ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ന്യാസം, അതിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത്. അതിൽ അവസാന ഭാഗത്തിൽ ന്യാസം ചെയ്തതിൻ്റെ വിധം ചെറിയൊരു കാര്യം വിട്ടുപോയിരുന്നു. അത് ഇപ്പോൾ പറയാം. അവസാന ന്യാസത്തിൻ്റെ അവസാന ഭാഗം ഭക്തരെ നമ്മൾ ക്ഷമിക്കുക. അതായത് ഋതു സുദർശനകാല ഇതി ദിഗ്ബന്ധ. ഈ ദിഗ്ബന്ധനത്തിൽ ജസ്റ്റ് ഋതു സുദർശനകാല ഇതി ദിഗ്ബന്ധ എന്ന് പറഞ്ഞ് കൈ കൊട്ടാൻ മാത്രമാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുള്ള ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്നുള്ള ഇതിലാണ് പറഞ്ഞു പോയി പോരുന്നത്. അബദ്ധം പറ്റിയാണ്, ക്ഷമിക്കുക. അപ്പോൾ അതിൻ്റെ കറക്ഷൻ എന്ന് പറയുന്നത്, അത് മന്ത്രന്യാസം. മന്ത്രം നസിച്ചു കഴിഞ്ഞാൽ ദിക്കുകളെ ബന്ധിപ്പിക്കേണ്ടതാണ്. അതായത് മന്ത്രജപം കഴിയുന്നതുവരെ ഈ മന്ത്രശക്തി നമ്മളിൽ തന്നെ കുടികൊള്ളുന്നതിനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതാകുന്നു. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്, അത് ദിഗ്ബന്ധനം. ഋതു സുദർശനകാല ഇത് ദിഗ്ബന്ധ എന്ന് പറഞ്ഞ് കൈ കൊട്ടിയിട്ട് ഒരു തവണ കൊട്ടിയിട്ട് ചൂണ്ടുവിരൽ ഉപയോഗിച്ചിട്ട് ക്ലോക്ക് വൈസായിട്ട് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുക. വിരൽ കൊണ്ട് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ ദിഗ്ബന്ധനമായി. ക്ലോക്ക് വൈസായിട്ട്, അതായത് നമുക്ക് ചുറ്റും ചൂണ്ടുവിരൽ ഉപയോഗിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ ദിഗ്ബന്ധനമായി. ഒന്നുകൂടെ പറയാം. ഋതു സുദർശനകാല ഇതി ദിഗ്ബന്ധ. ഇത്രയുള്ളതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെയുള്ള വിശ്വരൂപ ഇത് ധ്യാനം. വിശ്വരൂപത്തെ, മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപത്തെ, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് ലോകങ്ങളിലും ഭൂഹു ഭുവഹ സുവഹ, ഈ മൂന്ന് ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, അഥവാ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ധ്യാനിക്കുക. പിന്നെയുള്ളത് പറഞ്ഞിരുന്നത് ശ്രീ മഹാവിഷ്ണു പ്രീത്യത്തെ സഹസ്രനാമ വിനിയോഗ. സഹസ്രനാമം, ഈ ജപം മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കായിട്ട് വിനിയോഗിക്കപ്പെടുന്നു. ഇനിയുള്ളത് അടുത്തത് ധ്യാനമാണ്. നമുക്കത് നോക്കാം. ക്ഷീരോദന്യപ്രദേശേ ശുചിമണിവിലസൈകതൈർമൗക്തികാനാം മാലാക്ലിപ്താസനസ്ഥ മാലാക്ലിപ്താസനസ്ഥ സ്ഫടികമണിനിഭൈർമൗക്തികൈർമണ്ഡിതാംഗഃ ശുഭ്രൈരഭ്രൈരതഭ്രൈരുപരിവിരചിതൈർമുക്തപീയൂഷവർഷൈ ആനന്ദീന പുനീയാതരിനളിനഗതാ ശംഖപാണിർമുകുന്ദഃ. എങ്ങനെയുള്ള മുകുന്ദനെയാണ് നമ്മൾ സ്മരിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്? ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്ര ജപത്തിന് മുമ്പായിട്ട് മഹാവിഷ്ണു, അതാ ശ്രീകൃഷ്ണൻ, ക്ഷീരോധന്വത് പ്രദേശേ, ക്ഷീരസാഗരതീരെ, ക്ഷീരോധന്വത്, ക്ഷീരഃ ക്ഷീരോധന്വത്, ക്ഷീര ഉദന്വത്, ഉദന്വത് സമുദ്രഃ, ഉദതി സമുദ്രഃ, പ്രദേശേ ക്ഷീരസമുദ്രതീരെ, ക്ഷീരോധന്വത്, ക്ഷീര ഉദന്വത്, ഉദന്വത് സമുദ്രം, ക്ഷീരസമുദ്രതീരെ, ക്ഷീരസമുദ്രപ്രദേശേ എന്നർത്ഥം. ക്ഷീരസമുദ്രപ്രദേശേ, ക്ഷീരസമുദ്ര ദേശത്തിൽ അല്ലെങ്കിൽ സ്ഥലത്തിൽ,
അഥവാ ക്ഷീരസമുദ്രത്തിൽ എന്നല്ല ഇവിടെ എടുക്കേണ്ടത്, ക്ഷീരസമുദ്ര തീരെ. ആ തീരത്തിൽ ആ തീരം എങ്ങനെയായിരിക്കുന്നു? ശുചിമണി വിലസത് സൈകതൈഹി. ശുചിമണി വിലസത്. ശുചി പ്യൂർ, ശുദ്ധമായത്. മണി രത്നങ്ങൾ. മണി ശുചിമണി ശുദ്ധമായിട്ട് രത്നങ്ങൾ. ശുചിമണി വിലസത് പ്രകാശിക്കുന്ന, പ്രകാശത്തെ. ശുചിമണി സദൃശം പ്രകാശതേ. ശുചിമണി തുല്യമായിട്ട് പ്രകാശിക്കുന്ന, അഥവാ പ്രകാശിക്കുന്നു. എന്ത് പ്രകാശിക്കുന്നു? സൈകതൈർ മൗക്തിഗാനം. സൈകതൈഹി മൗക്തിഗാനം. സൈകതൈഹി. സൈകത എന്ന് പറഞ്ഞാൽ മണൽ. തീരപ്രദേശം എന്താണ്? മണൽ പ്രദേശമാണ്. ക്ഷീരസമുദ്ര തീരഹ. സികത നിറഞ്ഞത്, അഥവാ സികതയാൽ രൂപീകരിക്കപ്പെട്ടത്. മണൽത്തിട്ട്. ആ സികതൈഹി മൗക്തിഗാനാം. സികതൈഹി അതുവരെ നോക്കാം. ശുചിമണി വിലസത്. ശുചിമണി ശുദ്ധമായിട്ടുള്ള മണി. രത്നങ്ങൾ തുല്യം, രത്നസദൃശം പ്രകാശമാനം, പ്രകാശിക്കുന്ന. സൈകത മണൽ. അപ്പോൾ രത്നതുല്യം, രത്നങ്ങൾ തുല്യം, വിലസത് പ്രകാശിക്കുന്ന മണൽത്തിട്ടിൽ, ക്ഷീരസമുദ്ര തീരെ, ക്ഷീരസമുദ്രത്തിൻ്റെ തീരത്തിൽ എന്താണ്? മൗക്തിഗാനാം മാല ക്ലിപ്താസനസ്ഥ. ക്ലിപ്താസനസ്ഥ. മൗക്തിഗാനാം മുത്തുകൾ കൊണ്ട്. മൗക്തികം മുത്ത്. മുക്തഃ. മുക്താനാം മൗക്തിഗാനാം. മുത്തുകൾ കൊണ്ട്. മൗക്തിഗാനം മാല. മുക്തേന അഥവാ മുക്തികൈഹി വിരചിതഹാരേണ ഭഗവതഃ വിഷ്ണോഃ ആസനം അലങ്കൃതഃ. തസ്യ ആസനേ ഭഗവാൻ തിഷ്ഠതി. തസ്യ ആസനേ ഭഗവാൻ ആസനസ്ഥഃ. തസ്യ സിംഹാസനം അഥവാ ആസനം, സിംഹാസനം എന്ന് പറയാം നമുക്ക്. ഭഗവാന്റെ സിംഹാസനം, ആസനം എങ്ങനെയുള്ള ആവുന്നു? അലങ്കൃതഃ. മുക്തഹാരേണ. മുക്തഹാരത്താൽ അലങ്കരിക്കപ്പെട്ട സിംഹാസനത്തിൽ. ശുചിമണി വിലസത്. ശുചിമണി ശുദ്ധമായിട്ടുള്ള രത്നങ്ങളാൽ, രത്നങ്ങൾ പോലെ, വിലസത് പ്രകാശിക്കുന്ന, പ്രകാശമാനം. സൈകതേ ആ മണൽത്തിട്ടിൽ. പിന്നെയോ മൗക്തിഗാനാം മാല. മുക്തൈഹി വിരചിതഹാരേണ. വിരചിതഹാരം ഉണ്ടാക്കപ്പെട്ട, മുത്തുകളാൽ ഉണ്ടാക്കപ്പെട്ട ഹാരം, മാല. ഹാരേണ അലങ്കൃതഃ സിംഹാസനം. ആ സിംഹാസനം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. തസ്മിൻ ആസനെ ഭഗവാൻ
തിഷ്ടതി ആസനസ്ഥക. ആ സിംഹാസനത്തിൽ, ആ ആസനത്തിൽ, അലങ്കരിക്കപ്പെട്ട ആ ആസനത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. പിന്നെയോ സ്ഫടികമണി നിഭൈർ, സ്ഫടികമണി നിഭൈഹി, സ്ഫടികമണി നിഭൈഹി, നിഭൈഹി നിഭ സദൃശം, സ്ഫടികമണി നിഭൈഹി, സ്ഫടികമണി സദൃശം, സ്ഫടികമണി സദൃശൈഹി, സ്ഫടികമണി സദൃശമായിട്ടുള്ള, സ്ഫടികം എന്ന് വെച്ചാൽ സ്ഫടികം തന്നെ, പളുങ്ക്, ക്രിസ്റ്റൽ. സ്ഫടികമണി, സ്ഫടിക നിർമ്മിതമായ മണികൾ പോലെ, നിഭൈ പോലെയുള്ള, മൗക്തികൈ മുത്തുകളാൽ, മൗക്തികൈ, മൗക്തികൈഹി, മൗക്തികൈർ, മൗക്തികൈഹി, മണ്ഡിതാംഗഃ അലങ്കൃതഃ അംഗഃ ഭഗവതഃ അംഗാനി മൗക്തികൈഹി മണ്ഡിതാംഗഃ, മൗക്തികൈഹി അലങ്കൃതഃ. ഇവിടെ ഭഗവാനോ, ആ സിംഹാസനത്തിൽ ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നു? സ്ഫടികമണി, സ്ഫടികമണി തുല്യം പ്രകാശിക്കുന്ന, സ്ഫടികമണി തുല്യമായിട്ടുള്ള മുത്തുകളാൽ ഭഗവാന്റെ അംഗങ്ങൾ, അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കഴുത്ത്, മാറടം, കൈകൾ, ഇവകളെല്ലാം തന്നെ ആ മുത്തുകളാൽ പ്രകാശിക്കുന്ന, സ്ഫടികതുല്യം പ്രകാശിക്കുന്ന മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. മൗക്തികൈർ മണ്ഡിതഃ, മൗക്തികൈഹി മണ്ഡിതാംഗഃ, മണ്ഡിതഃ അലങ്കൃതഃ, അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അംഗഃ എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ, ഭഗവാന്റെ അംഗങ്ങൾ. മണ്ഡിതഃ കേന, ഏതിനാൽ, എന്തുകൊണ്ട്, കേന. സ്ഫടികമണി സദൃശം, സ്ഫടികമണി നിഭൈഹി, സ്ഫടികമണികൾ തുല്യം, മൗക്തികൈഹി മുത്തുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ആ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു അലങ്കരിക്കപ്പെട്ട് ഇരിക്കുന്നു. പിന്നെ ശുഭ്രൈരഭ്രൈരതഭ്രൈരുപരി വിരചിതൈർ മുക്തപീയൂഷവർഷൈഹി, ശുഭ്രൈ ശുഭ്രമായത്, ശുഭ്രം വെളുത്തത്, ശുഭ്രൈഹി അഭ്രൈഹി അതഭ്രൈഹി. പിന്നെ ഓരോ വേർഡ് പറയാം. ശുഭ്രൈരഭ്രൈരതഭ്രൈ രുപരി വിരചിതൈർ, വിരചിതൈഹി, ശുഭ്രൈഹി, പിന്നെ അഭ്രൈഹി അതഭ്രൈഹി, ഉപരി വിരചിതൈഹി. ഇതൊന്നിച്ച് പറയുമ്പോൾ ശുഭ്രൈരഭ്രൈരതഭ്രൈരുപരി വിരചിതൈർ, വിരചിതൈർ, വിരചിതൈർ മുക്തപീയൂഷവർഷൈഹി, മുക്തപീയൂഷവർഷൈഹി. അപ്പോൾ ശുഭ്രമായിട്ടുള്ള വെളുത്ത അഭ്രം, അഭ്രകം, മേഘപാളികൾ. എവിടെയിരിക്കുന്നു മേഘപാളികൾ? അതഭ്രൈഹി, അവിടെ അഭ്രം എന്ന് പറയുമ്പോൾ ആകാശം, സ്വർഗം എന്നീ അർത്ഥങ്ങൾ കിട്ടും. അപ്പം ആകാശത്തിൽ വെൺമേഘങ്ങൾ, അഥവാ മുകളിലായിട്ട്, ഉപരി വിരചിതയിൽ, മുകളിൽ ഉണ്ടാകപ്പെട്ടിട്ടുള്ള, മുകളിൽ ആകാശത്തിൽ ഉണ്ടാകപ്പെട്ടിട്ടുള്ള വെൺമേഘങ്ങൾ, പ്രകാശമാനമായ വെൺമേഘങ്ങൾ എന്തു ചെയ്യുന്നു? മുക്തപീയൂഷവർഷൈഹി, പീയൂഷം കണക്കെ, അമൃതഗണം, അമൃതഗണം കണക്കെ ഈ മേഘങ്ങൾ, അഥവാ അമൃത്, മുത്തുമണികൾ പോലെ അമൃത് ചൊരിയുന്നു, അമൃത് ചൊരിയുന്നു. വർഷതി, വർഷേഹി ആ വർഷത്താൽ,
ആ അമൃതവർഷത്താൽ, അമൃതവർഷൈഹി, പീയൂഷം അമൃത്, മുക്തപീയൂഷവർഷയ്ക്ക് മുക്തതുല്യം, മേഘങ്ങളിൽ നിന്നും വർഷിക്കപ്പെടുന്ന അമൃതകണങ്ങൾ, അമൃതിൻ്റെ തുള്ളികൾ, ആ തുള്ളികളിൽ ആനന്ദി, നമുക്ക് വിരജിതൈരാനന്ദി, വിരജിതൈഹി ആനന്ദി, വിരജിതൈഹി ആനന്ദി, വിരജിതൈരാനന്ദി, വിരജിതൈരാനന്ദി, വിരജിതൈഹി ആനന്ദി, വിരജിതൈരാനന്ദി. ഇപ്പോൾ വിരജിതൈഹി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള, രൂപപ്പെട്ടിട്ടുള്ള മേഘങ്ങൾ, വെൺമേഘങ്ങളിൽ നിന്നും, അഥവാ വെൺമേഘങ്ങൾ, അമൃതകണങ്ങൾ, മുത്തുകൾ പോലെ ഈ മേഘങ്ങളിൽ നിന്നും വർഷിക്കപ്പെടുന്ന അമൃതകണങ്ങൾ, അഥവാ മേഘങ്ങൾ, അമൃതകണങ്ങൾ, മുക്തതുല്യം, മുത്തുമണികൾ പോലെ അതിന് സദൃശമായി അമൃതകണങ്ങൾ പൊഴിക്കുന്നു. ആ അമൃതകണങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനടിയിലായിരുന്നു കൊണ്ട്, തിഷ്ടൻ ആനന്ദി യഹ തുഷ്യതി സന്തുഷ്യതി, ആരാണോ സന്തോഷിക്കുന്ന ആനന്ദി, യഹ ആനന്ദം അനുഭവതി സഹ ആനന്ദി, ആരാണോ ആനന്ദം അനുഭവിക്കുന്നത് അവനാണ് ആനന്ദി എന്ന് പറയുന്നത്. ഏത്? ചക്രി, ചക്രം ധരിച്ചിട്ടുള്ളവൻ ചക്രി. അതുമാതിരി ആനന്ദം അനുഭവിക്കുന്ന യഹ ആനന്ദം അനുഭവതി സഹ ഏവ ആനന്ദി. അങ്ങനെ ആനന്ദിക്കുന്ന പുരുഷനായ ആരാണ്? മുകുന്ദഃ. ആനന്ദീനഃ, ഞങ്ങളെ നഹ, പുനീയാദരിനളിനഗതാ ശംഖപാണിർമുകുന്ദഃ. ആ മുകുന്ദൻ ഞങ്ങളെ, നഹ അസ്മാകം, ഞങ്ങളെ, അല്ലെങ്കിൽ അസ്മാൻ, ഞങ്ങളെ, പുണിയാത്, ആ അമൃതവർഷത്തിലിരിക്കുന്ന, സിംഹാസനത്തിലിരിക്കുന്ന ഭഗവാൻ മുകുന്ദൻ ഞങ്ങളെ, അസ്മാൻ പുണിയാത്, ഞങ്ങളെ പവിത്രീകരിക്കട്ടെ. എങ്ങനെയുള്ള? പുണിയാത്, പവിത്രീകരിക്കട്ടെ. പുണിയാത് അരി ചക്രം, അരിൻ ചക്രം. അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രു എന്നുള്ള അർത്ഥം വരവുണ്ട്. പക്ഷെ വേദിക്ക് ഇതിൽ വരുന്നത് അരിൻ എന്ന് പറയുമ്പോൾ ഇവിടെ അരിഹി എന്ന് പറയുമ്പോൾ ചക്രം. അതായത് ഭഗവാൻ ശംഖ് ചക്ര ഗദാപങ്കജം ധരിച്ചവനാകുന്നു. അപ്പോൾ അരിൻ, പുണിയാതരി, പിന്നെ നളിനം, അരി നളിനം താമര, പങ്കജം. പിന്നെയോ നളിന ഗദ, അറിയാം, ഗദ എന്ന് പറഞ്ഞാൽ ഗദ തന്നെ. പിന്നെ ശംഖപാണി യഹ ശംഖം ധരതി, ശംഖപാണി യഹ ശംഖം ഹസ്തേ ധരതി, ഹസ്തത്തിൽ, കൈകളിൽ ശംഖ് ധരിച്ചവൻ ആരാണോ അവനാണ് ശംഖപാണി എന്ന് പറയുന്നത്. അപ്പോൾ കൈകളിൽ അരിനളിന ഗദ ശംഖപാണി, കൈകളിൽ യഹ ഹസ്തേ ചക്രം, പങ്കജം നളിനം, ഗദാം ശംഖം ച ധരതി, പാണൗ ധരതി, മണഞ്ഞ കൈകളിൽ ധരിക്കുന്നവൻ. സ മുകുന്ദ, ആ മുകുന്ദൻ ഞങ്ങളെ, അസ്മാൻ ഞങ്ങളെ,
പുനീയാത് പവിത്രീകരോത് ഞങ്ങളെ ശുദ്ധീകരിക്കട്ടെ, പുണ്യീകരിക്കട്ടെ എന്നർത്ഥം. അപ്പോൾ അതൊന്നുകൂടെ പറയാം, ഒന്നുകൂടെ ചൊല്ലാം. ക്ഷീരോധൻവത് പ്രദേശേ ശുചിമണിവിലസൈകതൈർമൗക്തികാനാം മാലാക്ലുപ്താസനസ്തസ്ഫടികമണിനിഭൈർമൗതികൈർമണ്ഡിതാംഗഃ ശുഭ്രൈരഭ്രൈരതഭ്രൈരുപരി വിരചിതൈർമുക്തപീയൂഷവർഷൈരാനന്ദീനഃ പുനീയാദരിനളിനഗദാ ശംഖപാണിർമുകുന്ദഃ. അത് ചൊല്ലാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കൽ കൂടി ചൊല്ലിത്തരാം. ചിലർ അത് ചൊല്ലുന്നതിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ട് ഒരിക്കൽ കൂടെ ചൊല്ലാം. ക്ഷീരോദധ്യത് പ്രദേശേ ക്ഷീരോധൻവത് പ്രദേശേ, ചിലത് ക്ഷീരോദധ്യത് എന്നും കാണാൻ, ഉദതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രം തന്നെയാണ്, ഉദൻവത് എന്ന് പറഞ്ഞാലും സമുദ്രമാണ്. ക്ഷീരോധൻവത് പ്രദേശേ ശുചിമണിവിലസത് സൈകതൈർമുക്തികാനാം മാലാക്ലിപ്താസനസ്ത സ്ഫടികമണിനിഭൈർമൗക്തികൈർമണ്ഡിതാംഗഃ ശുഭ്രൈരഭ്രൈരതഭ്രൈരുപരി വിരചിതൈർമുക്തപീയൂഷവർഷൈരാനന്ദീന പുനീയാദരിനളിനഗദാ ശംഖപാണിർമുകുന്ദഃ. എല്ലാവർക്കും നമസ്കാരം. ധ്യാനം തീർന്നില്ല, അടുത്തതിൽ ബാക്കിയുള്ള ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ.